നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് 3 ദിവസത്തിന് ശേഷം ഇതാ മൗനം വെടിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ. LDF വിശദമായി തന്നെ തോൽവി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ LDFിനെതിരായി ഏകീകരിച്ചുവെന്നാണ് ഒരു വാദം. മാധ്യമങ്ങൾ എതിരായി നിന്നത് തിരിച്ചടിയായി എന്നുകൂടി പിണറായി വിജയൻ LDF യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ചെയ്ത വികസനങ്ങൾ വോട്ടായി മാറിയില്ല എന്നാണ് വിലയിരുത്തൽ. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. CPMൽ നേതൃമാറ്റം ആലോചനയില്ല, അത്തരത്തിൽ വരുന്ന പോസ്റ്ററുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നുകൂടി TP രാമകൃഷ്ണൻ വിശദീകരിക്കുകയാണ്. ആ പോസ്റ്ററിനൊന്നും CPMന് പങ്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പങ്കില്ല. അത് എവിടുന്നാ വരുന്നതെന്നുള്ളത് ആ പ്രദേശത്തിന്റെ ആളുകൾ പരിശോധിക്കട്ടെ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. ഒരു സെക്രട്ടറിയുടെ മാറ്റം വരുത്തലോ നേതൃത്വത്തിൽ മാറ്റം വരുത്തലോ അങ്ങനെ എന്തെങ്കിലും അഴിച്ചുപണിയുടെ പ്രശ്നം ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. അതില്ലാത്ത കാര്യം, ആലോചിക്കാത്ത കാര്യം, ആലോചന ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും വർഗവഞ്ചകരാണെന്ന് ഇപ്പോൾ പറയാനാകില്ല. വിട്ടുപോകുന്നവർ തിരിച്ചു വരണ്ട എന്നതല്ല, തെറ്റിതിരുത്തി തിരിച്ചു വരാമെന്നതാണ് പാർട്ടി നിലപാടെന്ന് കൂടി TP രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുകയാണ്. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റും. വർഗവഞ്ചകർ എന്നവിടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് തൊഴിലാളി വർഗ താല്പര്യത്തിനെതിരായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് വർഗവഞ്ചകർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ പാർട്ടി എടുത്തൊരു നിലപാടാണ്. അതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശം അവർ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നാണ്. ഞങ്ങളെ നിലപാട് അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തിരിച്ചു വരണമെന്നാണ്. അത് ഇവർക്കെല്ലാം പെടും. അല്ല, തിരിച്ചു വരാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവര് തിരുത്താൻ തയ്യാറാകും. അതാണ്, തെറ്റുതിരുത്തി വരട്ടെ, വർഗവഞ്ചകരെന്ന് വിളിക്കാനാകില്ല എന്നാണ് പറയുന്നത് TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും കുറിച്ച്. റഹീസ് റഷീദ്, പക്ഷേ എന്താണ് പിണറായി വിജയൻ LDF യോഗത്തിൽ വന്ന് പറയുന്നത്? നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ കണ്ടു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. സംഘടനാ തലത്തിലെ പിഴവുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. LDF യോഗത്തിൽ ഏത് രീതിയിലായിരുന്നു ചർച്ചകൾ? വിനീത, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 4 ദിവസം കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം വെടിയുന്നത്. ആദ്യം LDF യോഗത്തിൽ അദ്ദേഹം തോൽവിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്താണ് പലവിധ കാരണങ്ങളുണ്ട് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണം എന്നാണ് LDF യോഗത്തിൽ ആമുഖമായി അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണമായി ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം LDFിനെതിരായി വന്നത് ഒരു കാരണമായി അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമങ്ങൾ എതിരായി നിന്നത് തിരിച്ചടിയായതായി മറ്റൊരു കാരണമായി അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം തോൽവിക്ക് ശേഷം തന്നെ ലക്ഷ്യമാക്കി നടത്തുന്ന പ്രചരണ വേലകൾ കാര്യമാക്കുന്നില്ല എന്ന കാര്യം കൂടിയായിരുന്നു അദ്ദേഹം LDF യോഗത്തിൽ പറഞ്ഞത്. അല്പസമയം മുമ്പാണ് വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പുറത്തിറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം എന്ന കാര്യം പറയുന്നില്ല. LDF യോഗത്തിൽ പറഞ്ഞ കാര്യം വാർത്താക്കുറിപ്പിൽ ഇല്ല. പകരം UDFിനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്രതീക്ഷിത ഫലമാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഫലമൊന്നും ജനവിധിയുടെ അവസാനമല്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സഖാക്കളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവമായി പരിശോധിക്കുമെന്ന് വാർത്താക്കുറിപ്പിലുണ്ട്. അത് ഇന്നലത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് കൃത്യമായ തിരുത്തലുകൾ വരുത്തുക എന്ന കാര്യവും പറയുന്നുണ്ട്. മാധ്യമങ്ങളുടെ നിലപാട് എതിരായി എന്ന് LDF യോഗത്തിൽ പറയുന്നത് വാർത്താക്കുറിപ്പിൽ ആവർത്തിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു വരും എന്നാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും, താഴെത്തട്ടിൽ നിന്ന് തുടങ്ങും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, TK ഗോവിന്ദൻ ഒപ്പം തന്നെ കുഞ്ഞികൃഷ്ണൻ എന്നിവരെ വർഗവഞ്ചകരെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നില്ല LDF എന്നതാണ്. തെറ്റുതിരുത്തി അവർ വരികയാണെങ്കിൽ വരട്ടെ എന്നതാണല്ലോ TP രാമകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. വിനീത, അങ്ങനെയാണ്. അവരെ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും G സുധാകരനെയും ഒക്കെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നുണ്ടോ പാർട്ടി എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ LDF കൺവീനറായ TP രാമകൃഷ്ണനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല, അതായത് വർഗവഞ്ചകരാണ് അവരെന്നൊരു നിലപാട് ഇപ്പോൾ പാർട്ടി പറയുന്നില്ല എന്ന മറുപടി TP രാമകൃഷ്ണൻ നൽകിയത്. അതിനുശേഷമാണ് തെറ്റ് തിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് പാർട്ടിയിലേക്ക് വരാം
എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള വരികൾ കൂടി പറഞ്ഞത്. അത് പെട്ടെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി നൽകിയതായിട്ടാണ് തോന്നുന്നത്. അതല്ലാതെ ഏതെങ്കിലും പാർട്ടിക്കകത്ത് ചെയ്തതിനു ശേഷം പ്രതികരണം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ഇന്നലെ വിനോദിനി കോടിയേരിയുടെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ടി കെ ഗോവിന്ദൻ അവിടെ പോയപ്പോൾ വർഗ്ഗവഞ്ചകനെന്ന് ടി കെ ഗോവിന്ദനെ വിളിക്കാനാകില്ല എന്ന് പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ LDF കൺവീനറുടെ പ്രതികരണം കൂടി വരുമ്പോൾ അതിനൊരു കൗതുകം കൂടിയുണ്ട്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ